നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായെത്തിയാണ് വെണ്ണ സമർപ്പിച്ചത്. വെണ്ണയോടൊപ്പം അവിൽ, പഞ്ചസാര എന്നിവയും സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ കാഴ്ചശീവേലിക്ക് ചൊവ്വല്ലൂർ സുനിൽ മേളം നയിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. ഉത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച സുഭദ്രാഹരണം കഥകളിയും അരങ്ങേറി. 19-നാണ് ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. വിശേഷാൽ പിറന്നാൾ സദ്യ, ആൽത്തറമേളം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, ദേവ സഹോദര സംഗമം എന്നിവയുണ്ടാകും. അതുവരെ ദിവസവും കാഴ്ചശീവേലി, ചുറ്റുവിളക്ക്, കഞ്ഞി, പുഴുക്ക് എന്നിവയടങ്ങിയ പ്രസാദഊട്ടും ഉണ്ടാകും. സുകൃതം തിരുവേങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാമ്യൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സുകൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AT ഹംസ മുഖ്യാതിഥിയായിരുന്നു. കലാഭവൻ മണി പുരസ്കാരം നേടിയ റിയ റൈനസ്, 60ന്റെ നിറവിലെത്തിയ നഗരസഭാ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ് എന്നിവരെ ആദരിച്ചു. സുകൃതം സെക്രട്ടറി N. രാജൻ, ബാലൻ വാറനാട്ട്, PI സൈമൺ, AV ജൻസൺ, രാധാകൃഷ്ണൻ കരുമത്തിൽ, ലോറൻസ് നിലങ്കവിൽ എന്നിവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, പലവ്യഞ്ജന കിറ്റ്, വിഷു കൈനീട്ടം എന്നിവയും നൽകി. ലഹരിക്കെതിരെ കടവല്ലൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂട്ടയോട്ടവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കടവല്ലൂർ അമ്പലനടയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ ജനപ്രതിനിധികളും മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കടവല്ലൂർ സെന്ററിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ASI മധു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജിത്ത്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ UP ശോഭന, ഗോപി, ക്ലബ്ബ് സെക്രട്ടറി നസീബ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് അംഗം അസ്ലം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ലബ്ബ് ഭാരവാഹികളായ ഷമീർ, അർഷു, ഹഫി, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. നിലപാട് സ്വീകരിക്കുന്നു. ലഹരി എന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക സുരക്ഷയെയും നശിപ്പിക്കുന്ന ഒരു ദുരന്തമാണെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല. മറ്റുള്ളവരെ ലഹരിയിലേക്ക്. ചരമം കുന്നംകുളം കക്കാട് മടത്തിൽ പറമ്പിൽ ശങ്കരൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഷീജ, ഷീന, സ്മിത, ഗിരീഷ്, മണികണ്ഠൻ എന്നിവർ മക്കളാണ്. തമ്പുരാൻപടി ഐശ്വര്യനഗർ കപ്പിയൂർ വീട്ടിൽ പരേതനായ ഗോപാല ആചാരി ഭാര്യ രാധ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ബാബു, ഷാജു, മഞ്ജു, സന്ധ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.